ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്താ ഹായ് കണ്ടോ ചക്കര വാവേ, അമ്മയുടെ പൊന്നാര വാവേ. ഓ ഓ നമുക്ക് ഉറങ്ങണ്ടേ? അമ്മ മൂക്കൊരു കഥ പറഞ്ഞു തരട്ടെ. പിന്നെ കഥ കേട്ട് ഉറങ്ങാൻ പറ്റിയൊരു പ്രായം. കഥക്ക് എങ്ങനെ പ്രായമൊന്നും ഇല്ലാതെ നല്ല കഥ ഏത് പ്രായക്കാരും കേൾക്കും. എന്നാ പിന്നെ താനൊരു കഥ പറ, ഞാനും മോളും കൂടെ ഒരുമിച്ച് കേൾക്കാം. താനങ്ങനെ കളിയാക്കൊന്നും വേണ്ട. കൈക്കുഞ്ഞുങ്ങള് മാത്രല്ല, അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ പോലും കഥ കേൾക്കും. അങ്ങനെ അമ്മയുടെ വയറ്റിൽ കിടന്നല്ലേ അഭിമന്യു കൃഷ്ണ ഭഗവാന്റെ കഥ കേട്ട് യുദ്ധം പഠിച്ചത്. എന്നാ താനൊരു കഥ പറയടോ. തനിക്ക് ഇഷ്ടമുള്ള പോലെ ഒരു കഥ പറ. ഓ ഓ ഓ വാവേ. ഓ ഓ ഓ കരയില്ലേടാ, കരയില്ലേ. ഓ ഓ വേണ്ട വേണ്ട വേണ്ട, കരയില്ല പൊന്നെ. ഓ വേണ്ട വേണ്ട. ഹായ്. ഓ കരയില്ല കരയില്ല കരയില്ലേ വാവേ. പൂജ, എന്താടോ, എന്തു പറ്റി? ഞാൻ ഒരു സ്വപ്നം കണ്ടതായിരുന്നു. എന്ത് സ്വപ്നം? കണ്ട സ്വപ്നം പറയാൻ പാടില്ല, അത് ബലിക്കാതെ പോയാലോ. ഓ, അത്രയ്ക്ക് നല്ല സ്വപ്നമാണോ? എടോ, എനിക്കൊരാഗ്രഹം. എന്താ? ഒരു രാത്രിയില് എനിക്ക് എന്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം. പൂജ, താൻ എന്തൊക്കെയാ പറയുന്നേ? ഇതാണോ താൻ കണ്ട സ്വപ്നം? എന്താ, എനിക്ക് സ്വപ്നം കാണാൻ അവകാശമില്ലേ? എനിക്കിന്ന് എന്റെ കുഞ്ഞിന്റെ കൂടെ ഉറങ്ങണം. എന്റെ കുഞ്ഞോ? അപ്പോ അവൾക്ക് എന്റെ കുഞ്ഞിനെ അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ? എന്താ പൂജ അത്? രാത്രി ഒരുപാടായില്ലേ? ഇപ്പൊ ഞാൻ എങ്ങനെയാ? അതൊന്നും എനിക്കറിയണ്ട. എനിക്കിപ്പോ കുഞ്ഞിനെ വേണം. അത് നോട്ട് ചെയ്തോ? ചെയ്തു സർ. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 17 അല്ലല്ല, 17th നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞതാ. ഇത് നെക്സ്റ്റ് വീക്ക്. ഓ ഓക്കെ സർ. അതെ, ഞാനേ ഇപ്പൊ വിളിക്കാവേ. ശരി സർ, ഓക്കെ. എന്തിനാ ദത്തേട്ട ഫോൺ കട്ടാക്കിയേ? ജോലി നടക്കട്ടെ. അല്ല, അത് IG ആയിരുന്നു, ഒരു അർജന്റ് ഡിസ്കഷൻ. നടക്കട്ടെ. അതിനെന്തിനാ കട്ട് ചെയ്തത്? കട്ടാക്കിയതല്ല, കട്ടായി പോയതാ. ഞാനേ കുഞ്ഞിനെ എടുക്കാൻ വന്നതാ. അല്ല, അതിന് കുഞ്ഞു ഉറങ്ങുമല്ലേ? ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെ എടുക്കാൻ പാടില്ലെന്ന് നിയമം വല്ലതുണ്ടോ? ഇതുവരെ ഇല്ല. എന്നാലേ ഇനി ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഓ അതെ, ജോലി നടക്കട്ടെ. പതിയെ സാവകാശം റിലാക്സ് ചെയ്ത് സംസാരിച്ചാ മതി. അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. പെട്ടെന്ന് കട്ടാക്കുമ്പോ IG എന്ത് വിചാരിക്കും? പിന്നെ ഐജിയോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണേ.
ഈശ്വര, ഓരോ ദിവസമല്ല ഓരോ നിമിഷം കഴിയുന്തോറും അപകടത്തിന്റെ വ്യാപ്തി കൂടിക്കൂടി വരികയാ. ഈശ്വര, കൂടെ നിൽക്കണേ. അയ്യോ, എന്താടാ? ഒന്നുമില്ല, ഞാൻ വെറുതെ. വെറുതെയോ? അല്ല, ഈ മുറിയിൽ ഭയങ്കര ചൂട്. ഈ മഴക്കാലത്തോ? ജനാലൊന്ന് തുറന്നിട്ടാ നല്ല തണുത്ത് കാറ്റ് കിട്ടില്ലേ? കിട്ടും കിട്ടും, തുറക്കണം. എന്നാ വാ, ഞാൻ തുറന്നുതരാം. അല്ല വേണ്ടേച്ചി, ഞാൻ തുറന്നിട്ടോളാം. എന്തോ കള്ളത്തരം ഉണ്ടല്ലോടാ. മാമേ, പൂജ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല. അവിടെ മുറിയിലിരുന്നപ്പോ വല്ലാതെ ബോറടിക്കുന്നു. ദത്തേണ്ണാണെങ്കി അവിടെ ഐജിയായിട്ട് ഭയങ്കര ഡിസ്കഷൻ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചു നേരം കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് പൂജയുടെ കൂടെ ഇരിക്കാന്ന്. അതിനെന്താ? പൂജയുടെ കൂടെ ഇരിക്കാനാ ഞാൻ വന്നത്. അതിന് നിനക്കെന്താടാ കാര്യം? അല്ലേച്ചി, ഞാൻ ഞങ്ങള് പെണ്ണുങ്ങൾ കൊച്ചുവർത്താനം പറയുന്നിടത്ത് നീ എന്തിന്? എപ്പോഴിങ്ങനെ മുറിക്കുള്ളിൽ അടച്ചിരിക്കാതെ പുറത്തു പോയി വല്ല നിലാവും കാണടാ. പുറത്ത് നല്ല തണുപ്പല്ലേ? എങ്കി പുറത്തു പോയി നല്ല തണുപ്പുള്ളു. എന്താ തണുപ്പ് കൊള്ളാൻ കൊള്ളില്ലേ? ഈ ചെക്കൻ്റെ ഒരു കാര്യം, നമ്മൾ പെണ്ണുങ്ങൾക്ക് വേണ്ട ഇത്തിരി പ്രൈവസി അല്ലേ പൂജ? എന്ത്? ഒന്നും പറയണ്ട അളിയാ, എന്തൊക്കെ അത്ഭുതങ്ങൾ എവിടെ നടക്കുന്നു. അത് നിന്നോട് ചോദിക്കാൻ ഞാനിങ്ങോട്ട് വന്നേ. ഒരു കുഞ്ഞും 2 അമ്മമാരും അകത്തുണ്ട്. എന്ത് വേണോ പ്രതീക്ഷിക്കാം. അരുതാത്തൊന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ്? ഈശ്വരാ, നീ അമ്മയെ നോക്കി. എന്താടാ? അയ്യോ,